നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ, നീ തന്നെ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു, ആർക്കും കൊടുക്കണ്ട. ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഒറ്റപ്പെടുത്തോ അങ്ങനെ നോക്കിയപ്പോൾ ഇയാളൊരു ജയസൂര്യ ഇങ്ങനെ തിരിച്ചുണ്ട് വിത്തൗട്ട് മൈ കൺസെൻറ്റ്. ജയസൂര്യ നോക്കുന്നത് രണ്ടാമത്തെ കിസ്സും കൂടെ. അപ്പം അങ്ങനെ ഉണ്ട്. ആ കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു ചുംബനത്തിലും പുള്ളിക്കാരനെ സാറ്റിസ്ഫൈ. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആ സരിത ചേച്ചീനെ ഇടവേള ബാബു ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ഹീ ടു ആൾസോ അപ്രോച്ച് മീ. ആൻഡ് നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ ബാച്ചിലറാണ്. അവരൊരാളെ ആഗ്രഹിച്ചാൽ അവർ കിട്ടിയിരിക്കണം, അതാണ് അവരുടെ ഒരു വാശി. അതിനുവേണ്ടി നമ്മൾ തുണി അഴിക്കണമെന്നില്ല, അത് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കി അമ്മയിൽ അല്ലേ, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, പ്ലീസ് കം ഓവർ ദർ. പിന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചു. ഇപ്പം ഇവരുടെ ഈ പൊയ്മുഖം, ഈ കുറുക്കന്മാരുടെ ഈ ഒരു മുഖം വലിച്ചു കീറണമെന്ന് എനിക്ക് തന്നെ തോന്നും. എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ ഹസ്ബൻഡ് അയച്ചു തരുന്നുണ്ട്. ബെഡ് ഷെയർ ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കാശ് അവിടെ കിട്ടൂലേ. എന്തിനാ ഈ മണിയും പിള്ളേരാജിൻ്റെ അടുത്ത് പോണത്? നീ ഡോർ തുറന്നിടണം, ഞാൻ വരും. നോ, അതെന്താ പറ്റണം, തുറന്നിടണം, ഞാൻ വരും. അപ്പോൾ അതുപോലെ തന്നെ നടന്നു. രാത്രി വന്ന് കൊട്ടുകയൊക്കെ ചെയ്തു. ഒന്ന് തൊട്ടാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ക്രൊക്കോഡൈൽ അല്ലേ, അറപ്പല്ലേ തോന്നുന്നത്. ജയസൂര്യ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എന്ത് പ്രബലനായാലും ക്രൈം തന്നെ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും എല്ലാവരുടെ കൂടെ കിടക്കാനൊന്നും താല്പര്യമില്ലേ. ഒരാളെ സ്നേഹിക്കാം നമുക്ക്. ചിലർക്ക് ചിലപ്പോൾ ഒരു എന്നെ പോലെ ഫ്ലഷ് ഉള്ളവരായിരിക്കും. ഗ്ലാമർ ഫിലിമിൽ അഭിനയിച്ചത്തേക്കും അതങ്ങോട്ടൊക്കെ കയറി അങ്ങോട്ട് വൈറലായി കുറേ ലാംഗ്വേജിലൊക്കെ. മലയാളീസിന് വേണ്ടത് ക്യാമറയുടെ മുമ്പിലും അഭിനയിക്കണം, ക്യാമറയുടെ പുറകിലും. തമിഴ് സിനിമയിൽ വി വിൽ ഗെറ്റ് ഓൾ ദ റെസ്പെക്ട്. ഇത് 2008 ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2020 ജയസൂര്യയുടെ ഒപ്പമുള്ള ഫോട്ടോ ആക്കി? നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉലയുകയാണ് മലയാള സിനിമാ ലോകം. ആദ്യം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന്റെ രാജി, തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി. അതുകൊണ്ടും തീർന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ നടന്മാരുടെ പേരുകൾ തിരശീല നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മിനു മുനീർ എന്ന അഭിനേത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ അതിന്റെ ആരോപണ മുനകൾ നീളുന്നത് ഒരു പറ്റം താരങ്ങളിലേക്കാണ്. ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു തുടങ്ങിയ താരങ്ങളുടെ പേരുകൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. വർഷങ്ങൾ കുറെ മുൻപ് അവർ അനുഭവിച്ച തിക്താനുഭവങ്ങൾ കാരണം മലയാള സിനിമ തന്നെ വെറുത്ത് ഓടിപ്പോയതാണ്. എന്താണ് അന്ന് മിനു അനുഭവിച്ചത്? ആ അനുഭവങ്ങൾ നമ്മളോടിപ്പോൾ തുറന്നു പറയുകയാണ്. 2008 ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടുന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് ആദ്യം വിശദീകരിക്കാമോ? ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ്, ലീഗൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങോട്ട് നോക്കിയത്. ബാലേന്ദ്രമേനോന്റെ സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടുന്നത്. അത് ചീഫ് സെക്രട്ടറി റോളായിട്ടാണ്. സോ ഞാൻ അവിടെ നിന്ന് കലയോടുള്ളൊരു ആഗ്രഹം കണ്ടാണ്, പാഷനായിട്ട് ഞാൻ വന്നതാണ്. ഐ വാസ് വെൽ സെറ്റിൽ ടു. അപ്പോൾ ജീവിക്കാനുള്ളതുകൊണ്ടല്ല, അത് ആദ്യമേ എടുത്തു പറയാണ്, ജീവിക്കാൻ വേണ്ടിയല്ല, കലയോടുള്ളൊരു ആഗ്രഹം കൊണ്ട് അഭിനയിക്കാൻ വന്നു. അപ്പം ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് സെക്രട്ടേറിയറ്റിലാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിലിരിക്കുന്നു, ജഗതി ചേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പം 3 ദിവസം കഴിഞ്ഞു. അവിടെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അത് ജയസൂര്യായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എന്നെ കിസ്സും ചെയ്തു പുള്ളിക്കാരൻ. അപ്പം പെട്ടെന്ന് തള്ളിയിട്ടിട്ട് ഞാൻ ഓടി താഴെ പോയിട്ട് അന്ന് എനിക്ക് വളരെ കംഫർട്ട് ജഗതി ചേട്ടൻ തന്നെയാണ്. ഹി വാസ് വെരി ഡീസൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ്, വെൽ മാനേഡ് ഹി വാസ് പേഴ്സൺ. സോ പുള്ളിക്കാരനകത്ത് ഞാൻ പോയി, ഇതെന്നെ സിനിമ ഇങ്ങനെയൊക്കെയാണോ, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴത്തേക്കും ജയസൂര്യ എൻ്റെ പുറകെ വന്നു, തിരിച്ച് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മിനു ജസ്റ്റ് ടെൽ മീ യെസ് ഓർ നോ, ഞാനൊരു കാര്യം ചോദിക്കാൻ പോട്ടെ. ഞാൻ നോക്കി. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാം, ട്രിവാൻഡ്രത്ത് ഐ ഹാവ് എ ഫ്ലാറ്റ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി വിൽ മീറ്റ് ദർ ആൻഡ് യു വിൽ ബി ബെനിഫിറ്റഡ്. മലയാളത്തിലാണ് പറഞ്ഞത്, മൊത്തം നേട്ടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, യെസ് ഓർ നോ എന്നല്ല പറയാൻ, നോ. അതോടെ തീർന്നു. അതിനുശേഷം പുള്ളി എന്നെ ഒന്നുമില്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് ടൈം കാണുവാണോ മിനുവിനെ? അല്ലല്ല, ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആ ഫിലിമിൽ, ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ അത് സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്തോരോ ക്രൂസ് അല്ലേ, എല്ലാവരുടെ മുമ്പിൽ സംസാരിക്കുന്നതാണ് പുള്ളിയുടെ അത് മുന്നിൽ. പക്ഷേ ഈ തനിയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബാത്റൂം പോയപ്പോൾ പുള്ളി എൻ്റെ പുറകെ വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അത്രയും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, പുള്ളിക്കാരൻ്റെ അത്രയും ആ കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു ചുംബനത്തിലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈ ആയി കാണും, നമ്മൾ അത്ര വൂണ്ടഡ് ആയി കാണും, നമ്മുടെ വിത്തൗട്ട് മൈ കൺസെൻറ്റ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അത് ഭയങ്കര ഒരു ഇപ്പോഴും നമുക്ക് ഇന്നലെ നടന്നു പോലെ. പിന്നെ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് അല്ലേ. അതെ, ഇത് ജയസൂര്യയിൽ നിന്ന് എന്ന് പറയുന്നത്, നമുക്ക് അതിനു മുൻപ് ജയസൂര്യ എന്ന നടനെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ മനസ്സിൽ. അദ്ദേഹം മാന്യനാണ്, നല്ലൊരു നടനാണെന്നുള്ളത്, അത് ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു വീണു അല്ലേ? പിന്നെ ഇവരുടെയൊക്കെ വില്ലന്മാരുടെ മുഖം എനിക്ക് ഈ സമൂഹത്തിനെ കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഡിസിഷൻ. ഈവൻ മുകേഷ് ആൾസോ MLA ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ എന്ത് വേർത്താണ്, സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആ സരിത ചേച്ചീനെ ഉപേക്ഷിച്ച് വേറൊരു ആ സരിത ചേച്ചി കരഞ്ഞ് മീഡിയയിൽ പറഞ്ഞാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. ഹൗ മച്ച് ഷി ക്രൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ. അങ്ങനെ ഒരു വ്യക്തിയെ, പിന്നെ വേറൊരു നല്ലൊരു ഡാൻസർ, നല്ലൊരു നടിയെ കല്യാണം കഴിച്ചു, അതും സെപ്പറേറ്റഡ് ആയി. സോ ഹൗ ക്യാൻ ബി വർത്ത് ടു ബി എ MLA?
അപ്പോൾ ഈ കൊല്ലം ആൾക്കാരെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വി ഷുഡ് അപ്പോയിൻറ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. കറക്റ്റ് അല്ലേ? അതെ. ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളെയൊക്കെ കൊണ്ട് നിർത്തിയാൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആൾക്കാരെ അത് റിമൂവ് ചെയ്യുക. ഈ ജയസൂര്യയുടെ ഇൻസിഡന്റിൽ എന്നിട്ട് പിന്നെ ആ സിനിമയുടെ ഭാവി എന്തായിരുന്നു? മിനുവിനെ പിന്നെ അഭിനയിപ്പിച്ചോ അതോ പാക്കപ്പ് ആയിരുന്നോ? അല്ല, അതിൽ പിന്നെ ബാലേന്ദ്ര മേനോൻ സാറൊക്കെ ആയിരുന്നില്ല. അപ്പോൾ അവർ ഇതൊന്നും അറിയുന്നില്ല. എനിക്ക് അവരോട് പറയാനുള്ള ചാൻസ് കിട്ടുന്നില്ല. കാരണം ഞാൻ പുള്ളിക്കാരനെ ഈ ബാലേന്ദ്ര മേനോൻ സാറിനെ കാണുമ്പോൾ ഹീസ് ഓൾവേസ് ക്രൗഡഡ് വിത്ത് ഫ്രണ്ട്സ്, ഡ്രിങ്ക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പോൾ ആ സെറ്റിൽ എങ്ങനെ പിടിച്ചു നിന്നു? അതൊരു വലിയൊരു വല്ലാത്തൊരു ബിമിഷ്ടമായിരുന്നു. ഈവൻ ഐ ഹാഡ് എ സെർവൻറ്റ് വിത്ത് മീ. പക്ഷെ എനിക്ക് ഭയങ്കരം പോയാലോ, വന്ന് പെട്ടും പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് നമ്മുടെ ഇടവേള ബാബു ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ഹീ ടു ആൾസോ അപ്രോച്ച്ഡ് മീ, ഹി കെൻ മീൻ മൈ റൂം ആൻഡ് നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഞാൻ ബാച്ചിലറാണ്, ഒരുമിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ക്യാൻ യു സിങ്? ഞാൻ പറഞ്ഞാൽ ഐ ക്യാൻ. വലിയ സിംഗറൊന്നും അല്ല, സിംഗ് ചെയ്യും, പാട്ട് ഡാൻസ് കളിക്കുമോ, വലിയ ഡാൻസറൊന്നും അല്ല എന്ന് ചെയ്യും. അപ്പം നമുക്ക് ഞാൻ ഒത്തിരി ഗൾഫ് ഷോ ഒക്കെ ഞാൻ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സന്തോഷമേ തോന്നുള്ളൂ. നല്ലതല്ലേ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണല്ലോ. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെന്ന് അജണ്ട ഒളിഞ്ഞു കിടന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ സിനിമാ ലോകം ഇങ്ങനെയൊക്കെ ആണെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ പിന്നെ ആ വഴിക്ക് അങ്ങ് പോവാതെ? സിനിമാ ഫീൽഡിൽ ഞാൻ പരമാവധി കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കി. പക്ഷേ ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇവരിൽ നിന്നും ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർ തന്നെ നമ്മുടെ ഓരോ സിനിമയും കട്ട് ചെയ്യുക. മിനുനെ വേണ്ട, ഷീസ് യൂസ്ലെസ് ലേഡി. ഇപ്പോൾ കൊല്ലം തുളസി ചേട്ടൻ എനിക്ക് ഇട്ടങ്ങനെ പേരാ വരാലും മിനു. മിനു മിണ്ടു എന്നൊക്കെ ഉള്ളൂ, പക്ഷേ ആൾക്ക് കിട്ടത്തില്ല എന്നുള്ള അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ സിനിമയും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് അമ്മയിലൊരു മെമ്പർഷിപ്പ് എടുക്കുക. 6 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ നീ അങ്ങ് ഒളിഞ്ഞ് നുഴഞ്ഞ് കയറാൻ നോക്കണ്ട. അതിനും ആ സമയത്ത് ഇടവേള ബാബുവിന്റെ ഒക്കെ പെർമിഷൻ അല്ലായിരുന്നു വേണ്ടത്? ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം അവരെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത്. എന്താ അവര് പറയണ? നമുക്ക് അംഗത്വം വേണമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, യു കോപ്പറേറ്റ് വിത്ത് us, നീ ഞങ്ങളെ പോയിട്ട് ഇങ്ങനെ നിൽക്കണം, ഞങ്ങളാണ് വലിയ രാജാക്കന്മാർ, അവരടക്കി ഭരിക്കുന്ന ഒരു ഇതാണ് മലയാള സിനിമ. ഞങ്ങളെ ആദ്യം നീ ഗവനിച്ചിട്ട് ഈ ഫിലിം ഫീൽഡിൽ എല്ലാവരും കയറിയാൽ മതി. അത് അങ്ങനെ ഒരു ആറാട്ടിലങ്ങ് നിർത്തി ഇവരെ എല്ലാം പുറത്താക്കി ന്യൂ ജെന്നായ ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും അമ്മ അസോസിയേഷനിൽ വന്നാൽ, ഓർഗനൈസേഷനിൽ വന്നാൽ ഇറ്റ് വിൽ ബി ഹെവൻ. അപ്പോൾ അമ്മ എന്ന് പറയുന്ന, അതായത് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിലാണല്ലോ അങ്ങനെ ഒരു സംഘടന പോലും നിലനിൽക്കുന്നത്. അവിടേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ പലർക്കും ബെഡ് ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ. അമ്മയില് അംഗത്വം എടുക്കുന്ന കാര്യം നമ്മൾ ഇന്നസെന്റിനെ അല്ലായിരുന്നു അറിയിച്ചു. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഒരാളുടെ നമ്പർ തന്നു. അയാളെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴാണ് അയാൾ വിളിച്ച് പറഞ്ഞത് മിനുവിനെ ആർക്കും അറിയില്ല, ജയസൂര്യക്ക് മിനുവിനെ അറിയില്ല, മണിയമ്പിള്ള രാജുവിനെ അറിയില്ല, മുകേഷിന് മിനുവിനെ അറിയില്ല, ഇടവേള ബാബുവിനും അറിയില്ല മിനുവിനെ. അതുകൊണ്ട് മിനു കുറച്ചുകൂടെ 2-3 സിനിമ ഞങ്ങളുടെ അഭിനയിച്ചിട്ട് വരാം. ഈ അംഗത്വം എടുക്കുന്നതിന് ആദ്യം സമീപിക്കേണ്ടത് ഇടവേള ബാബുവിനെയായിരുന്നു. അതെ അതെ. അവിടെയാണോ നമ്മൾ ഫോം ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ആ ഫോം ഫില്ല് ചെയ്തപ്പോൾ പുള്ളിയുടെ അടുത്തുനിന്ന് ഒരു അബ്യൂസ് ഉണ്ടായി. പിന്നെ ജയസൂര്യം അവരൊക്കെ അന്ന് ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു? അവരായിരുന്നു അന്ന് കമ്മിറ്റി. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ. ഇവരാണ് കമ്മിറ്റി മെമ്പേഴ്സ്. അതാണ് ഇത്ര വലിയ ഫ്രീഡം ഒക്കെ എടുത്തതേ. നമ്മളിത് അറിയാതെയാണ്. എനിക്കും അറിയത്തില്ലായിരുന്നു. അതെല്ലാം കൂടെ നമുക്കറിയാം. നമ്മൾ ആദ്യം സിനിമ വന്നിട്ട് ഡയലോഗ് എങ്ങനെ പഠിക്കണം, ചീഫ് സെക്രട്ടറി റോളാണ്, ഇച്ചിരി ടഫ് ഡയലോഗും ആയിരിക്കുമല്ലോ. ഞാൻ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. വേറെ ഇവരാരാണ്, ഇവർക്ക് എന്താണ്, ഇവരൊക്കെ അമ്മയിൽ ആരൊക്കെയാണ്, അങ്ങനെയൊന്നും അറിയാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ഞാൻ എല്ലാ ക്രൈറ്റീരിയാസും ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ഇത്ര മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും പോരാ എന്ന് തന്നെ അവർ പച്ചയ്ക്ക് പറയായിരുന്നോ? അങ്ങനത്തെ തുടങ്ങണമെങ്കിൽ ഞങ്ങളെ ഗവനിക്കേണ്ടവരൊക്കെ ഗവനിക്കണം, മോളെ, നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേന്ന്. അവരൊരാളെ ആഗ്രഹിച്ചാൽ അവർക്ക് കിട്ടിയിരിക്കണം, അതാണ് അവരുടെ ഒരു വാശി. അവരെല്ലാവരും ആഗ്രഹിക്കത്തില്ല, എന്നാൽ ആരെങ്കിലും നോട്ടം ഇട്ടോ പൊക്കിയിരിക്കും. അങ്ങനെ മിനു പറഞ്ഞ പേരുകളിൽ മുകേഷ് MLA പേരുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് റോങ് ആയിട്ട് മിനുവിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്? അദ്ദേഹം ഭയങ്കര ഡിമാൻഡാണ് ചെയ്തത്. യു ഹാവ് ടു, നീ വരണം, നീ വന്നാൽ എൻ്റെ അടുത്ത് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നിനക്ക് ഇവിടെ നിലനിൽപ്പുണ്ട്, അതല്ല അനുസരിക്കുന്നവരിൽ യു വിൽ ബി ഔട്ട്. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് നിന്നോ എന്നുള്ള ഒരു ഡോമിനേഷനാണ് ഞാൻ പുള്ളിക്കാരനിൽ കണ്ടത്. ഈ കലണ്ടർ സിനിമയിലും പുള്ളിക്കാരൻ പറഞ്ഞു, യു ഹാവ് ടു, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, ഐ ഹാവ് എ വില്ല ഇൻ കാക്കനാട് ഓർ വൈറ്റില സമയർ, യു പ്ലീസ് കം ഓവർ ദർ. പിന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, പല ഹോട്ടലിലും വിളിച്ചിട്ടുണ്ട്, ഡിന്നറിന് പോകാന്നൊക്കെ. അപ്പോൾ അതിലൊന്നും ഞാൻ പിന്നെ ഫോൺ എടുക്കാണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഈ അമ്മയിൽ
അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അവർ തരാൻ തയ്യാറായില്ല. അപ്പോൾ പുള്ളി പറയാം, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കിയോ, നീ നിനക്ക് കൊടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടല്ലേ, നീ കൊടുക്കണ്ടടി, കൊടുക്കണ്ട, നീ എന്നാ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അടച്ചു വെച്ചു, ആർക്കും കൊടുക്കണ്ടെന്ന്. ഞാൻ ഭയങ്കര ഹൈലി ഹ്യൂമിലിയേഷനോ എന്ത് റോങ് സ്റ്റേറ്റ്മെന്റ്, എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു വാർത്തയും കൂടെ കേട്ടപ്പോൾ നമുക്കതിന് മറുപടി പറയാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ പുള്ളിക്കാരൻ, അപ്പോൾ അത്രയ്ക്കും പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസ്ഡ് ആണ്. പുള്ളിക്കാരൻ്റെ ഇതിലാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ തോന്നിപ്പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഞാൻ അറിയാതെ ഒരു പച്ചില പോലും ആണെങ്കില്ല, നീ ഞാൻ അറിയാതെ നുഴഞ്ഞു കയറാൻ നോക്കി അമ്മയിൽ, അല്ലേ? അതായത് ഇന്നസെൻ്റ് ആയിട്ടിന് പോലും ഒരു വിലയില്ല. ഇന്നസെൻ്റ് പറഞ്ഞില്ല ഞാൻ കൊടുത്തത്. അപ്പം എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഓക്കെ, എനിക്ക് വേണ്ട. ഇത് കംപ്ലൈന്റ് ചെയ്തിരുന്നു ആരോടെങ്കിലും? ബാക്കി ഇല്ല, ഞാൻ കേരള കൗമുദിക്കാരുമായിട്ട് പങ്കുവച്ചു. അതൊരു ആർട്ടിക്കിൾ വരികയും ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാളം ഇൻഡസ്ട്രി വിടുന്നു, അങ്ങനെ. പക്ഷെ എന്നെ ആരാണ് അബ്യൂസ് ചെയ്തതെന്നും എന്നെ വിളിച്ചു ചോദിച്ചില്ല. അതാണ് അന്നത്തെ കാലം. ആരും റിയാക്ട് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നു, ഒരുപാട് നടിമാർ അവർ അനുഭവിച്ച യാതനകൾ തുറന്നു പറയുന്നു. മിനു എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ ആ ഒരു ധൈര്യം കിട്ടിയത്? എങ്ങനെയാണ്, എന്തുകൊണ്ട് പറയുന്നത്? ധൈര്യം കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു മോളുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രായത്തൊരു മോളുണ്ട്. ഷീസ് ഇൻ ലണ്ടൻ. ബട്ട് സ്റ്റിൽ ഇന്നലെ ആ രേവതി കടന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തുമാത്രം ഇതുണ്ടായത്.